ഗുഡ് മോർണിംഗ്. അസില്ലേ? ഗുഡ് മോർണിംഗ്. നിങ്ങൾ ബാലേന്ദ്രനോ അതോ ഗോപീഷ്ണോ? ഐ എം ബാലചന്ദ്രൻ. ഓക്കെ. ആരാ? മനസ്സിലായില്ല. ഒരേപോലുള്ള രണ്ട് സ്ത്രീകൾ. ആരാരുടെ ശ്രീമതിയാണെന്ന് കൺഫ്യൂഷൻ. സ്വാഭാവികം. ഞാൻ ഡോക്ടർ കെ കെ കല്ലായി, കുഞ്ഞുമോൻ കുഞ്ഞമ്മ കല്ലായി. സൈക്യാട്രിസ്റ്റ് ആണ്. തൊട്ടടുത്ത് താമസം. ഒരു ഭാര്യ, ഒരു മകൾ. സോറി, മേനോൻ സാർ എന്നെ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. ഞാൻ വന്നില്ല. കാരണം ഞാൻ വിവാഹങ്ങൾക്ക് പോകാറില്ല. ഫോർ യുവർ ഇൻഫർമേഷൻ, വിവാഹത്തിന് ശേഷമാണ് കല്ലായി ഡോക്ടറുടെ സേവനങ്ങൾ ആവശ്യം. പോസ്റ്റ് മാരിറ്റൽ സൈക്കോളജിയാണ് എന്റെ സ്പെഷ്യലൈസേഷൻ. വിവാഹത്തിന് ശേഷമുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ദൈവികമായ ഒരു സർവീസ്. സാറിന് പരിചയപ്പെട്ട സന്തോഷം. സാറിന് അങ്ങനെ കുടിക്കാൻ ചായ? നോ 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 നോ. കോഫിയിൽ കഫീനും മറ്റതിൽ ടേലും ഉണ്ട്. ടേൽ രണ്ടും ശരീരത്തിന് ഹാനികരമാണ്. എന്തെങ്കിലും മൈനർ പ്രോബ്ലംസ് ഉണ്ടാൽ ഉടനെ എന്നെ സമീപിക്കാം. വെച്ച് നീട്ടരുത്. ബസ് ആ കൈകൂടെ തന്നെ. ബെസ്റ്റ് വിഷസ്. തുടക്കത്തിലെ ചികിത്സിച്ചാൽ രോഗം ഭേദമാവാനും ആക്കാനും എളുപ്പമാണ്. ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. പ്രശ്നം ഉണ്ടാവുമെന്നും തോന്നുന്നില്ല. ഉണ്ടാകും, അല്ലെങ്കിൽ ഉണ്ടാക്കണം. എങ്കിലേ അത് ദാമ്പത്യ ജീവിതമാകൂ. ഹ്യൂമൻ മൈൻഡ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ് ആൻഡ് ഡർട്ടി ലൈക്ക് എ മങ്കി. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായേ പറ്റൂ. അല്ല, ഡോക്ടർ കാലത്ത് തന്നെ എങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാ? ഓ, ജസ്റ്റ് ഫോർ ജോഗിങ്. പോകുന്ന വഴിക്ക് നിങ്ങളൊന്ന് കാണുക, പരിചയപ്പെടുക, എന്റെ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുക. അത്രയേ ഉള്ളൂ എന്റെ ഉദ്ദേശം. ഞാനൊരു നല്ല അയൽക്കാരനായിരിക്കും. ഐ മീൻ വെരി ഗുഡ് നൈബർ. നീ പേടിച്ചു പോയെ? കേസാണെന്നാ തോന്നുന്നത്. ദേ, ഇയാൾ ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇല്ലാത്തപ്പോഴാണ് വരുന്നതെങ്കിൽ വാതിൽ പോലും തുറക്കരുത്. ഏതായാലും നല്ല അയൽക്കാരൻ. ഹലോ. യെസ്. ഹലോ ഹലോ ഹലോ. അച്ചു അച്ചു, എണീക്കാൻ. ഗുഡ് മോർണിംഗ്. നാണോ ഇല്ല ഇങ്ങനെ ചുരുളി മുടിക്കാൻ ഇറങ്ങാൻ? സമയം എത്രയെന്നറിയോ? എന്താ ഗോപുത്? വീട്ടിലാണെങ്കിൽ കാപ്പിയും കൊണ്ടുവന്ന് വിളിക്കാൻ അമ്മയുണ്ടാവും. ഇനി അതൊക്കെ തന്റെ പണിയാ. എന്റെ വീട്ടിലും അങ്ങനെയാ. രാവിലെ രേവ് കാപ്പിയും കൊണ്ടുവന്ന് വിളിക്കും. ഞാൻ പിന്നെയും കിടക്കും. അപ്പൊ കാപ്പി തണുത്തോ. വലിയ ക്രെഡിറ്റ് ആയിപ്പോയി. വീട്ടിൽ എങ്ങനെ ആയിക്കോട്ടെ, ഇവിടെ ഇപ്പൊ ഞാൻ പറയുന്ന പോലെ അങ്ങ് അനുസരിച്ചാ മതി. ഒരു ഭർത്താവിന്റെ പ്രിവിലേജസ് നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. പിന്നെ അതൊക്കെ പണ്ട്. ഇപ്പോൾ കുടുംബ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ അവകാശമാവുന്നു. അതുകൊണ്ടേ നമുക്ക് രണ്ടുപേർക്കും കൂടെ കാപ്പിടാം. വാ. എന്നാ എന്റെ പൊന്നുമോളൊരു കാര്യം ചെയ്യും, ഓഫീസിലേക്ക് താൻ കൂടെ വാ. അത് ഞാൻ ആലോചിക്കുന്നുണ്ട് ഗോപു. വീണ്ടും ജോലിക്ക് പോയാലും എന്തെന്ന്. തൽക്കാലം പോയി കാപ്പി ഉണ്ട്. എന്റെ കൈ. ജോലിക്ക് പോണോ വേണ്ടോ എന്നൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. കല്യാണം കഴിച്ചാൽ ഇങ്ങനത്തെ കോടാലികളൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എന്റെ ഭഗവാനെ. എന്താ എന്താ അല്ല, കാപ്പി ഇപ്പൊ റെഡിയാക്കാന്ന് പറയായിരുന്നു. പെട്ടെന്ന് കൊണ്ടുപോയി കൊടുക്ക്. ഗോപു ഇപ്പൊ കുളി കഴിഞ്ഞാണ്. കാപ്പിക്ക് എന്താ പലഹാരം? അതെന്തിനാ നീ അറിയണേ? അല്ല, ഗോപു ചോദിക്കുമ്പോഴേ ഞാൻ ഉണ്ടാക്കുന്നത് ഇതൊക്കെയാണെന്ന് ഗമ്മ പറയണല്ലോ. ദേ, ഇനിയെങ്കിലും ഈ ഏർപ്പാടൊക്കെ ഒന്ന് നിർത്ത്. ഇപ്പൊ നീ ഒരു ഭാര്യ, കുട്ടികളെയൊക്കെ മാറ്റി ഒരു വീട്ടമ്മയാവാൻ നോക്ക്. അത് ഞാൻ ആലോചിക്കുന്നുണ്ട്. ആ വരുന്നു. ആ ടൗലിങ് എടുത്തോ. ദേവു. ആ വരുന്നു. കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഇതൊക്കെ എടുത്തിട്ട് വന്നിട്ടേ ബാലേട്ടാ. പിന്നെ നിന്നെ എന്തിനാടി ഞാൻ കെട്ടിക്കൊണ്ടുവന്നേ? കാപ്പി റെഡി. ഒരു ഭർത്താവിന്റെ പ്രിവിലേജസ് ഒന്നും എനിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തണ്ട. എക്സാക്ട്ലി, ഇങ്ങനെ വേണം ഭാര്യമാർ. നന്നായിരിക്കുന്നു. വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന കാപ്പിയുടെ അതേ സ്വാദ്, അതേ മണം, അതേ രുചി. സൂചിപ്പിക്കല്ലേ. അപ്പൊ എന്റെ കുറുമ്പിക്കൊന്നും അറിയാഞ്ഞിട്ടില്ല. എന്നെ പറ്റി എന്താ വിചാരിച്ചേ? ധൃതിയിലായതുകൊണ്ടാ. അല്ലെങ്കിൽ ഇതിനൊക്കെ സ്റ്റൈലായിട്ട് ഉണ്ടാക്കിയത്. ഇതിനൊക്കെ സ്റ്റൈലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടാക്കും. എന്നാ വേഗം പോയി റെഡിയാക്ക്. ഓക്കെ, ഡൺ. കൊള്ളാം, നല്ല പണി. ഇതിനാണോ ലീവ് എടുത്ത് ഓഫീസിൽ പോകാൻ? എല്ലാം എന്റെ തലയിലായി. അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. ഈ ഞായറാഴ്ച തന്റെ പരിപാടി എന്താ? ഫ്രീ അല്ലേ? എന്താ? ഓഫീസിൽ എല്ലാവർക്കും ഒരേ നിർബന്ധം.
കല്യാണം കഴിച്ചതിന്റെ ചെലവ് ചെയ്യണമെന്ന്. തന്റെയും കൂടെ സൗകര്യം നോക്കി ഒരു ഗെറ്റ് ടുഗദർ ആവാന്ന് വെച്ചു. ഓ യെസ്, ഞാൻ റെഡി. തന്റെ സ്റ്റാഫിനെ കൂടെ ക്ഷണിച്ചോ? ആ പിന്നെ ചെലവിന്റെ കാര്യം അറിയാലോ, 50-50. എഗ്രീഡ്. ആ, അശ്വതി എവിടെ? അവളൊരു കുടുംബിനിയാകാൻ തീരുമാനിച്ചു. ലോക്കൽ അഡ്മിനിസ്ട്രേഷനും സിവിൽ സപ്ലൈസും മറ്റു വകുപ്പുകളും ഒക്കെ എനിക്ക്. ഫുഡ് മിനിസ്ട്രി പുള്ളിക്കാരത്തെ അങ്ങ് ഏറ്റെടുത്തു. അശ്വതി അടുക്കള ഭരണം ഏറ്റെടുത്തു? പിന്നെ സത്യം പറഞ്ഞാ ഇപ്പൊ തോന്നുക ഈ കുടുംബമൊക്കെ കുറച്ചുകൂടെ നേരത്തെ ആകായിരുന്നു. അതെന്താ? രാവിലെ ഉറക്കം എഴുന്നേറ്റ് നോക്കുമ്പോ മുന്നിൽ ബെഡ് കോഫിയുമായി അശ്വതി. പിന്നെ കുളി കഴിഞ്ഞു വരുമ്പോ നല്ല തുമ്പപ്പൂ പോലത്തെ ഇഡ്ഡലി, കുറുകുറാന്നുള്ള ചമ്മന്തി, പച്ച കൊത്തമല്ലി ഇട്ട് വെച്ച നല്ല ഒന്നാന്തരം സാമ്പാർ. എന്തായാലും വായിക്ക് രുചിയായിട്ട് ഭക്ഷണം കഴിച്ച് കിടക്കാം. ഇപ്പോഴാണ് ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാവുന്നത്. അവളുടെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണം നീ ഒന്ന് കഴിച്ചു നോക്കണം. ദേവു, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ? തുമ്പപ്പൂ പോലത്തെ ഇഡ്ഡലി, ചമ്മന്തി, കൊത്തമല്ലി അരച്ചു വെച്ച സാമ്പാർ. പോരെ? ഓക്കെ. നീ എന്താണ് ഇഡ്ഡലിയുടെ സാമ്പാറിന്റെ കാര്യം പറഞ്ഞപ്പോ മടി പോലായത്? അല്ല, നിന്റെ പാർട്ടിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഇഡ്ഡലിയും പച്ചക്കൊത്തമല്ലി ഇട്ട് വെച്ച സാമ്പാറും ഒന്നും കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുകയായിരുന്നു. ആട്ടെ, കക്ഷി എവിടെ? അടുക്കളയിലുണ്ട്. വാ നോക്കട്ടെ അടുക്കള ഭരണം. അയ്യോ, പണി തീരുന്നവരെ അടുക്കളയിലേക്ക് എത്തി നോക്കുന്ന ഉത്തരവ്. ആഹാ, അയ്യോ, ഒന്ന് വേഗം ഓട്ടെ ദേവ്, സമയാവുന്നു. ആ ഗോപു ഇപ്പൊ കിടന്ന് വിളിക്കാൻ തുടങ്ങും. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ലേ? ബാലേട്ടന് അവിയല്, ഗോപുവിന് തീയല്. എനിക്ക് 2 കൈയേ ഉള്ളൂ. ഗോപുവിനോട് ഞാൻ പറയുന്നുണ്ട് ഈ കളക്കളിയൊക്കെ. അയ്യോ, എന്റെ പൊന്നരേവു അല്ലേ, ഈ കാര്യത്തിൽ നമുക്ക് 2 പേർക്കും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോയേ പറ്റൂ. എന്നാലും നിനക്കിതൊന്നും പഠിക്കാൻ വയ്യല്ലേ? അയ്യോ, മണി 1 മതി രേവു, ഒന്ന് എടുത്തോണ്ട് വാ. ഗോപുവിനാണെങ്കിൽ വിശന്ന കണ്ണുണ്ടൂടാ. രവു, തീയലെവിടെ? 5 മണിക്ക് ചായ റെഡിയാക്കണേ. പൂടി ഇവിടുന്ന്. രമ്പം ആരംഭം. അയ്യോ, കാക്ക ഉണ്ടോയോ? അപ്പുറത്തെങ്കിലും വീണോ? വാ വാ, ഇരിക്ക്. കുഴപ്പമില്ല, നമുക്ക് ഊണ് കഴിക്കണ്ടേ? ദേ, ചോറുണ്ട്, അവിയല്, തോരൻ, പപ്പടവും ഉണ്ട്. എല്ലാം റെഡിയാ. കരയരുത് കരയരുത് കരയരുത്. ഇരിക്ക്. പെരുങ്കള്ളി, അവളുടെ ഒരു ലളിതവാചകം. തുമ്പപ്പൂ കൂട്ടലിയും കൊത്തമല്ലി സാമ്പാറും. ഇത്രയും നാൾ നീ എന്നെ പറ്റിക്കായിരുന്നല്ലേ? ഞാനിതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോഴേ രേവു എന്നോട് ചോദിക്കാ, അശ്വതി അശ്വതി നീ എന്തിനെങ്ങനെ കഷ്ടപ്പെടുന്നേ? നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസം? ഞാൻ ഉണ്ടാക്കിയാൽ എന്താ അശ്വതി, നീ ഉണ്ടാക്കിയാൽ എന്താ അശ്വതി? അപ്പൊ ഞാനും കരുതി ശരിയല്ലേ എന്ന്. എന്നാ അത് ശരിയല്ല. നിന്നെ കല്യാണം കഴിച്ചോണ്ട് വന്നതേ അപ്പുറത്തുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് കഴിയാനൊന്നുമല്ല. അപ്പുറത്തുണ്ടാക്കിയില്ലെന്താ ഇപ്പുറത്തുണ്ടാക്കിയില്ലെന്താ? നമുക്ക് നല്ല ഭക്ഷണം കഴിച്ച പോരെ ഗോപു. ആയതുകൊണ്ട് വേണ്ട ഗോപു, എനിക്കറിയില്ല. വേണ്ട വേണ്ട ഗോപു. കൂടി കൂടി വിളിച്ചു കൂവ്. നാട്ടുകാർ മുഴുവൻ അറിയട്ടെ കുരുത്തം കെട്ടൊരു കൊരങ്ങി പെണ്ണി ഇവിടെ ഉണ്ടെന്ന്. ആയുധം താഴെയിട്. മേലാ ഇത് ആവർത്തിക്കോ? ഇല്ല. ഇനി അനസരണക്കെട്ട് കാണിക്കോ? ഇല്ല. രാവിലെ 5 മണിക്ക് എഴുന്നേക്കോ? ഇല്ല. രേവുവിന്റെ അടുത്ത് എല്ലാ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കോ? എന്തുകൊണ്ട്? ഞാൻ എന്തിനാ രേവുവിന്റെ അടുത്ത് പഠിക്കുന്നേ? എനിക്കറിയാം ഉണ്ടാക്കാൻ. എന്നാ നീ പോയി ഉണ്ടാക്കും. എന്നാ ഇങ്ങോട്ട് മാറ്. സൗകര്യമില്ല. സൗകര്യമില്ലേ? എന്നാ ഞാൻ ഇതുകൂടി പോക്കോളാം. ഇത് മാറ്റ്
എന്റെ അമ്മേ, ഇവളുണ്ടാക്കുന്ന കഴിച്ചാലുള്ള സ്ഥിതി എന്താവും? അയ്യോ, വേണ്ടെന്ന് പറയാം. പറഞ്ഞും പോയി. എങ്ങനെയപ്പോ ഉണ്ടാക്ക? ഗോപുവിന്റെ കാലി വീണ് കരഞ്ഞു പറ്റില്ലെന്ന് പറയാം. എന്താ ഇപ്പൊ സമയം എത്രയായി? ഒരു 1:30 ആയി കാണും. ഗോപു, ഏ? ഗോപുവിന് വിശക്കുന്നില്ലേ? ഉണ്ട്. എനിക്കും വിശക്കുന്നു ഗോപു. ആഹാരം അവിടെ ഇരിക്കുന്നു. എന്റെ രേവു എത്ര സ്നേഹത്തോടെ ഇതുണ്ടാക്കി തന്നെന്നറിയാവോ? നാളെ ഞാൻ ഉണ്ടാക്കി തരാം ഗോപു, പ്ലീസ്. ഇന്ന് നമുക്കിത് കഴിക്കേ. ഉണ്ടാക്കുമല്ലോ. സത്യമായിട്ട് ഉണ്ടാക്കാം. എന്നാ വാപ്പോ. എന്റെ പൊന്ന് എലിസബത്തെ, നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ ഈ കുന്ത്രാട്ടം ഉപയോഗിക്കരുതെന്ന്? ഈ മുടി ഒന്ന് ഉണങ്ങി കിട്ടണ്ടേ? ഫാഷൻ പരേഡിന് പോകുകയല്ലോ, സിനിമ കാണാനല്ലേ പോകുന്നത്. 4 ആള് കൂടുന്നിടത്ത് നിങ്ങളെ പോലെ കോലം കെട്ട് പോകാൻ എനിക്ക് വയ്യ. എലിസം, നിരന്തരം തലയിലേക്ക് ഇങ്ങനെ ചൂടടിച്ചു കയറ്റിയാൽ തലച്ചോറില്ലാണ്ടാവും. പണ്ടേ നിനക്ക് കുറച്ചേ ഉള്ളൂ. സെറീബ്രോ, സെറീബെല്ലോ, മെഡിലോ, ഒബ്ലോങ്കേറ്റ് എല്ലാം ഹാഫ് ബോൾഡ് ആയി പോവും. ഫുൾ ബോൾഡ് ആയിക്കോട്ടെ. അയ്യേ, ഇതിന്റെയൊക്കെ ഉപയോഗം മനസ്സിലാക്കണമെങ്കിലേ കുറച്ചൊക്കെ സൗന്ദര്യബോധം വേണം. അതില്ലാത്തോണ്ടല്ലേ എനിക്ക് അബദ്ധം പറ്റിയത്. അബദ്ധം പറ്റിയത് എന്റെ അപ്പച്ചനാ. ഡോക്ടറാണെന്ന് കരുതിയ 200 പവനും 5 ലക്ഷം രൂപയും സ്ത്രീധനം തന്നത്. മമ്മി ഒന്ന് പതുക്കെ പറ, ആൾക്കാർ കേൾക്കും. അത് നിന്റെ അമ്മച്ചിക്ക് ശീലമില്ലല്ലോ. നീ പോടി അപ്പുറത്ത്. നിന്റെ അപ്പച്ചന്റെ കണക്കൊന്നും ഇവിടെ പറയണ്ട. എടി കള്ളച്ചാരാൻ വിറ്റല്ലേടി നിന്റെ അപ്പച്ചൻ പണക്കാരനായത്. എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട. നിങ്ങൾ ഓക്സ്ഫോർഡിൽ പോയി പഠിക്കാൻ പോണെന്ന് പറഞ്ഞ് സ്ത്രീധനം വാങ്ങിച്ചിട്ട് ഓച്ചം തുറത്ത് വരെങ്കിലും പോയോ മനുഷ്യ? എടി ഉടങ്കൊല്ലി, ഞാൻ ഉടനോട്ടെ വരെ പോയിടി. എന്റെ പ്രൊഫഷനെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ കുന്നുകളയും ഞാൻ. എന്നാ കൊല്ലേ. തന്നെ മോളെ, എന്നെ കൊന്നു മോളെ. മമ്മി ദേ, ഡാഡി ബോധം കെട്ട് വീണു. ഇത് പതിവുള്ളതാണല്ലോ. ബോധം തെളിയുമ്പോ നീ പറഞ്ഞേര് ഞാൻ എന്റെ വീട്ടിൽ പോയിന്ന്. ഇനി ഞാൻ ഈ പടിവാതിൽ ചവിട്ടില്ല. അയ്യോ മമ്മി, മമ്മി നിക്ക്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇതും കൂടെ കൂട്ടി 11ാമത്തെ പ്രാവശ്യമാണ് എൽസ എന്നോട് പിണങ്ങി വീട്ടിലേക്ക് പോകുന്നു. ദിസ് ഇസ് എ മെന്റൽ പ്രോബ്ലം. മെലങ്കോളിക് ഇൻട്രോവേർട്ട് സ്കൈഷോഫ്രീനിയ. മൂന്നേകാല് ഒരുങ്ങിക്കോ. 3 ഉരിയക്ക 3/4 ഇഞ്ച്. ഉരിയക്ക 3/4 ഇഞ്ച്. മുളക് പൊടി 3 ടീസ്പൂൺ. മുളക് പൊടി 3 ടീസ്പൂൺ. മുളക് പൊടി 3 ടീസ്പൂൺ. അരിഞ്ഞു വെച്ച ചീരയില വിതറിയിടുക. അരിഞ്ഞു വെച്ച ചീരയില വിതറിയിടുക. അയ്യോ, അരിഞ്ഞില്ലല്ലോ. അരിഞ്ഞില്ലേലും കുഴപ്പമില്ല, പിച്ചിട്ടാലും മതി. അഡ്ജസ്റ്റ് ചെയ്ത. എന്തൊക്കെയാണ് വിഭവങ്ങൾ? ബോയിൽഡ് റൈസ്, സാമ്പാർ, പപ്പട് ആൻഡ് ചിക്കൻ ഫ്രൈ. ഓഹോ, എങ്കിൽ ആദ്യം ചിക്കൻ ഫ്രൈ തന്നെ ടേസ്റ്റ് ചെയ്യാം. അത് മാത്രം ഹോട്ടലിൽ നിന്ന് വാങ്ങണം, ബാക്കിയൊക്കെ റെഡിയാ. എന്റെ ജന്മം പാഴായി. പറയാറായിട്ടില്ല, ഞാനൊന്ന് നോക്കട്ടെ. ഹായ്, പായസം ആരുടെ പറഞ്ഞാളാ? പായസോ? അത് ചോറാ. ഏതായാലും പായസത്തിന്റെ പ്രയോജനം ചെയ്യും. കുറച്ച് വെന്ത് കുഴഞ്ഞു പോയി, വേഗം കഴിച്ചോളും. ഇതൊക്കെ ഇട്ടിട്ടേ അപ്പുറത്തേക്ക് വാ. നല്ല 1-ാം തരം കൊടംപുളി ഇട്ട് വെച്ച വരാലും കപ്പയുണ്ട്. രേവുവിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ സാമ്പാറിന്റെ മണം അങ്ങ് കല്ലായിയുടെ അടുക്കള വരെ എത്തിക്കാണും. അതെ, ഞാനും പറയണമെന്ന് കരുതിയതാ. പോയല്ലേ? അയ്യോ, പെണ്ണിന്റെ ഉത്സാഹം കണ്ടില്ലേ? വാ. അയ്യോ, ഗ്യാസ്